സ്ഥിരമായി തെങ്ങിൽ കയറി പരിചയമുള്ള ഡിവൈഎഫ്ഐ സഹാക്കളൊന്നല്ല. എന്നാലും നമ്മൾ 1-2 തെങ്ങൊക്കെ ഒരാൾ കയറുന്ന അങ്ങനെ ഉണ്ടാവുമല്ലോ ചെറുപ്പക്കാർ. അങ്ങനെ കയറി ആ തേങ്ങയിട്ട് അത് വിൽപ്പന നടത്തിയിട്ടുണ്ട്. താലികെട്ടൽ പരിപാടി മാത്രം നടത്തി ഈ ഭക്ഷണം കൊടുക്കുന്നതൊക്കെ ഒഴിവാക്കി ആ പണം മുഴുവൻ ഈ ഫണ്ടിലേക്ക് തന്ന എത്രയോ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ചുരുങ്ങിയ സമ്പത്ത് ജീവിത സാഹചര്യത്തിൽ ജീവിക്കുന്ന ആളുകൾ അവരുടെ ആകെ ഉണ്ടായിരുന്ന സമ്പത്താണ് ഈ ദുരിതബാധിതർക്ക് വേണ്ടി ആ ഭൂമി തന്നത്. വയനാട് ദുരന്തമുണ്ടായതിനു പിന്നാലെ ഡിവൈഎഫ്ഐ 25 വീടുകൾ അവിടെ വെച്ച് നൽകും എന്നതായിരുന്നു പ്രഖ്യാപിച്ചിരുന്നത്. ഓരോ സംഘടനകളും ഓരോ നമ്പർ പ്രഖ്യാപിച്ചപ്പോൾ ആ ഡിവൈഎഫ്ഐ പ്രഖ്യാപിച്ചതായിരുന്നു 25 എന്ന നമ്പർ. പക്ഷെ അവസാനം അവർ 100 വീട് വെച്ച് കൊടുക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തി. അതിനപ്പുറം അവർ ആ ഫണ്ട് കളക്ട് ചെയ്ത മെത്തേഡ് കുറച്ചു സമയം മുമ്പ് ഡിവൈഎഫ്ഐയുടെ സെക്രട്ടറി സനോജും പ്രസിഡന്റ് വസീഫും മാധ്യമങ്ങളെ കണ്ടിരുന്നു. അവർ പറയുന്നതിൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് തോന്നി. തേങ്ങയിട്ട് വാഹനം കഴുകിക്കൊടുത്ത് മീൻ വിറ്റ് അങ്ങനെയൊക്കെയാണ് കളക്ട് ചെയ്തത്. തീർച്ചയായിട്ടും വലിയ മാതൃകയാണ് സമൂഹത്തിൽ ഡിവൈഎഫ്ഐ ചെയ്തത് എന്നുള്ളൊരു തർക്കവുമില്ല. ഞങ്ങൾ പ്രഖ്യാപിക്കുമ്പോഴും ഞങ്ങൾ ഇത്രയൊന്നും വലിയ വിജയമാകും എന്നുള്ളൊരു പ്രതീക്ഷയില്ല. കാരണം ദുരന്ത മുഖത്ത് നിന്നുകൊണ്ടാണ് ഞങ്ങൾ പ്രഖ്യാപിക്കുന്നത്. ആ ദുരന്തം സംഭവിച്ച അന്ന് തന്നെ ഞങ്ങളൊക്കെ അവിടെ എത്തി. ഞങ്ങളുടെ സഖാക്കളെല്ലാവരും അവിടെ വലിയ രീതിയിൽ അതിൽ ഇൻവോൾവ് ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾ കണ്ടു കാണും. മലപ്പുറത്തായാലും വയനാടിലായാലും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുക. ആ സമയത്ത് എത്ര വീട് പോയി എന്നുള്ള ധാരണയൊന്നും നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. നമുക്ക് അറിയാത്ത എണ്ണങ്ങളാണ്. എത്ര എണ്ണമുണ്ട് എന്നൊന്നും നമുക്ക് അറിയില്ല. ആ സാഹചര്യത്തിലാണ് ഞങ്ങൾ 25 വീട് എന്ന ആദ്യഘട്ടത്തിൽ അങ്ങ് പ്രഖ്യാപിക്കുന്നത്. ആ സമയത്ത് നമ്മൾ പറഞ്ഞു, അങ്ങനെ ഒരു പിരിവ് പോലെ ചെയ്യരുത്. നമ്മൾ ഇങ്ങനെ ഇതുപോലെ റീസൈക്കിൾ കേരളയിൽ ഞങ്ങൾ നേരത്തെ ഒരു പദ്ധതി നടപ്പിലാക്കിയിരുന്നു. അന്ന് ദുരിതാശ്വാസ നിധിയിലേക്ക് ഏകദേശം 12 കോടിയോളം രൂപ ഡിവൈഎഫ്ഐ ഇതുപോലെ ആക്രി പെറുക്കി കളക്ട് ചെയ്ത് കൊടുത്തിരുന്നു. ആ മോഡലിൽ കളക്ട് ചെയ്യണം എന്ന് പറഞ്ഞതാണ്. അതിലാണ് ഞങ്ങൾ പിന്നെ ചായക്കടയിലും ഇതുപോലെ കല്ല് ചുമക്കുന്നതും പിന്നെ ജോലി ചെയ്ത് പണം സമാഹരിച്ചതും മീൻ വിറ്റ് പണം സമാഹരിച്ചത്, പിന്നെ പരിപാടികൾ നടത്തി, ചില പരിപാടികളൊക്കെ നടത്തി, ടൂർണമെന്റുകൾ നടത്തി, അതിൽ നിന്ന് നമ്മുടെ നാട്ടുമ്പുറത്തൊക്കെ ടൂർണമെന്റുകൾ നടത്തി അതിൽ നിന്ന് ബാക്കി പണം കിട്ടിയത്. അങ്ങനെ വ്യത്യസ്തങ്ങളായ രീതിയിൽ നാട്ടിലാകെ അങ്ങ് ഇറങ്ങി ചെറുപ്പക്കാർ. അങ്ങനെ ഇറങ്ങിയ സമയത്താണ് ഇത്രയും വലിയ ഒരു സംഖ്യയിലേക്ക് ഇതെത്തിയത്. സ്വർണം ഊരി തന്നതൊക്കെ നമ്മൾ മുമ്പ് കണ്ടിരുന്നതാണ്. കോവിഡ് സമയത്തൊക്കെ സ്ഥലം തന്ന ആളുകൾ വരേണ്ടെന്ന് തോന്നുന്നു. ഉണ്ട്. അവിടെ ദുരന്തമുണ്ടായി 2ാമത്തെ ദിവസമാണ് ഞങ്ങൾ ഈ പ്രഖ്യാപനം നടന്നത്. അപ്പോൾ അതിനുശേഷം ഒരുപാട് സംഘടനകൾ പ്രഖ്യാപനമൊക്കെ നടത്തിയിട്ടുണ്ട്. പക്ഷെ ആദ്യമായി ഡിവൈഎഫ്ഐ ആണ് വീട് നിർമ്മിച്ചു കൊടുക്കും എന്നൊരു പ്രഖ്യാപനം നടത്തുന്നത്. അപ്പം ഞങ്ങൾ പ്രഖ്യാപിച്ചതിന് ശേഷമാണ് മറ്റു പല സംഘടനകളും വ്യക്തികളുമെല്ലാം വീട് നിർമ്മാണം അതുമായി ബന്ധപ്പെട്ട വാഗ്ദാനങ്ങൾ നൽകിയത് എന്നാണ് ഒന്നാമത്തെ കാര്യം. പിന്നെ ഞങ്ങൾ ആദ്യമേ പറഞ്ഞത് ഞങ്ങൾ റെസീറ്റ് ഉപയോഗിച്ച് ഇങ്ങനെ അങ്ങനെയുള്ള ഒരു പണപ്പിരിവല്ല, ഇത് മറ്റ് വഴികളാണ്. അപ്പം അതിൽ നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ വൈവിധ്യമാർന്ന വഴികൾ ഞങ്ങൾ സ്വീകരിച്ചത്. അതിലിപ്പോൾ നമ്മൾ ചായക്കട നടത്തി വിവിധ ഇടങ്ങളിൽ, ഞാൻ നേരത്തെ പറഞ്ഞു പെട്ടിക്കട, അങ്ങനെയൊക്കെ ആളുകൾ നമുക്ക് വിട്ടുതരികയാണ്. ഇന്ന് ഹോട്ടൽ 2 ദിവസം എടുത്തോ, എൻ്റെ പെട്ടിക്കട 2 ദിവസത്തേക്ക് നിങ്ങളെടുത്തോ, അതിൻ്റെ ലാഭം നിങ്ങളെടുത്തോ എന്ന് പറഞ്ഞ് അങ്ങനെ തന്നു. അങ്ങനെ വളരെ വൈവിധ്യമാർന്ന നിലയിൽ അതിലിപ്പം ആഭരണം തന്ന ധാരാളം ആളുകളുണ്ട്. വിവാഹത്തിന്റെ എല്ലാ പരിപാടിയും മാറ്റിവെച്ചിട്ട് എന്താ പറയുക, ഈ താലികെട്ടൽ പരിപാടി മാത്രം നടത്തി ഈ ഭക്ഷണം കൊടുക്കുന്നതൊക്കെ ഒഴിവാക്കി ആ പണം മുഴുവൻ ഈ ഫണ്ടിലേക്ക് തന്ന എത്രയോ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ ഭൂമി തന്ന അനുഭവം ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഈ മോതിരം, ആടിന മേഖലാ ഭാരവാഹി, ചൂരൽമലയിലെ ഭാരവാഹി നമുക്ക് പണം തന്നു 1 ലക്ഷം രൂപ തന്നു. അയാളുടെ വിവാഹം ചൂരൽമലയിലെ ഡിവൈഎഫ്ഐയുടെ മേഖലാ ഭാരവാഹി തുടക്കത്തിൽ തന്നെ വിവാഹ ചടങ്ങ് ഒഴിവാക്കി ആ പണം ഡിവൈഎഫ്ഐക്ക് തരുന്ന രീതിയുണ്ട്. നമ്മളത് ഏറ്റുവാങ്ങി, റീംസഖാവും നമ്മളൊക്കെ അത് ഏറ്റുവാങ്ങി. ഇതുപോലെ തുടർച്ചയായി പിന്നെ ഡിവൈഎഫ്ഐ തന്നെ വലിയ സമ്പത്തുള്ള ആളൊന്നല്ല. ഈ ഭൂമി തന്ന ആള് തന്നെ, അവര് തന്നെ ആ കുടുംബം വലിയ സമ്പത്തുള്ള ആളുകളൊന്നുമല്ല. അവർക്ക് ചുരുങ്ങിയ സമ്പത്ത് ജീവിത സാഹചര്യത്തിൽ ജീവിക്കുന്ന ആളുകൾ. അവരുടെ ആകെ ഉണ്ടായിരുന്ന സമ്പത്താണ് ഈ ദുരിതബാധിതർക്ക് വേണ്ടി ആ ഭൂമി തന്നത്. അത്ര മനസ്സുള്ള ആളുകളാണ്. അത്ര വലിയ ഒരു മാനവികതയുടെ യഥാർത്ഥ മുദ്രാവാക്യമാണ് നമ്മളിവിടെ കണ്ടത്. കാരണം അത്ര കണ്ട് സമ്പത്തില്ലാത്തവർ, അത്ര കണ്ട് വരുമാനമില്ലാത്തവർ, ആ വരുമാനത്തിന്റെ ഒരു വിഹിതം, അതുപോലെ അമ്പലത്തിലെ പൂജാരിമാർ, പള്ളിയിലെ പുരോഹിതന്മാർ, അങ്ങനെ എല്ലാ തലത്തിൽ നിൽക്കുന്ന ആളുകൾ, ജീവിതത്തിന്റെ സമസ്ത മേഖലകളിൽ നിൽക്കുന്ന ആളുകളും അവരുടെ ജീവിതത്തിന്റെ സമ്പാദ്യത്തിന്റെ വരുമാനത്തിന്റെ ഒരു വിഹിതം തിരികെയാണ് ചെയ്തത്. ഇടുക്കിയിലെ ഒരു യൂണിറ്റ് കമ്മിറ്റി അവര് 10,000 രൂപയാണ് കണ്ടെത്തി തന്നത്. ആ യൂണിറ്റ് കമ്മിറ്റി ചെയ്ത കാര്യം എന്ന് വെച്ചാൽ ആ പ്രദേശത്ത് ചക്ക ശേഖരിച്ചിട്ട് നഗരത്തിൽ കൊണ്ടുവന്ന് വിറ്റു.
അങ്ങനെയാണ് ഇടുക്കിയിലെ ഒരു മേഖലാ കമ്മിറ്റി. ഞാൻ തന്നെ അത് വിൽപ്പന നടത്തും. ഒരു ദിവസം കണ്ണൂർ വഴി ഇങ്ങനെ പോകുമ്പോൾ ഒരു പെട്രോൾ പമ്പിന്റെ സമീപത്ത് കണ്ണൂർ സിറ്റിയിലെ സഖാക്കൾ നിന്നിട്ട് വാഹനത്തിന് കൈനീട്ടുകയാണ്. അപ്പൊ എന്റെ വാഹനത്തിനും അറിയാതെ അവർ കൈനീട്ടി. നോക്കുമ്പോൾ ഡിവൈഎഫ്ഐ സഖാക്കളാണ്. അപ്പൊ അവരുടെ അടുത്ത് പൈപ്പ്, വെള്ളം ഇതൊക്കെ ഉണ്ട്. അപ്പോൾ കാറ്, വാഹനങ്ങളൊക്കെ കഴുകി കൊടുക്കുകയാണ് അവിടെ വെച്ച്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പൊ എന്റെ യാത്ര അപ്പോൾ കഴുകി കൊടുത്ത് അവർ ഈ ആവശ്യം പറയുമ്പോൾ ചിലപ്പോൾ ആളുകൾ പണം കൂടുതൽ കൊടുക്കുമല്ലോ, അങ്ങനെയൊക്കെയാണ്. ഞങ്ങൾ തന്നെ ഞാൻ മലപ്പുറം വഴി ഇങ്ങനെ യാത്ര ചെയ്യുമ്പം ഇതേപോലെ തന്നെ ഒരു പെട്രോൾ പമ്പിൽ എണ്ണയടിക്കാൻ കയറിയപ്പോൾ ഒരു 3-4 പെൺകുട്ടികൾ ഓടി വന്നു. അപ്പോൾ അവരുടെ കയ്യിൽ കുറച്ച് അച്ചാറുണ്ടായിരുന്നു. അവർ തന്നെ മാങ്ങ ശേഖരിച്ച് അവർ അച്ചാറുണ്ടാക്കിയാണ്. അപ്പോൾ അത് വിൽക്കുകയാണ്. അവർ അച്ചാർ ചലഞ്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതുപോലെയുള്ള നൂറുകണക്കിന് വൈവിധ്യമാർന്ന വഴികൾ അത് കേരളത്തിനൊരു പുതിയ മാതൃകയാണ്. തെങ്ങിൻ തോട്ടം ഉണ്ടാവും നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള. തെങ്ങിൻ തോട്ടത്തിലെ ഈ മൊത്തം തേങ്ങ നിങ്ങൾ പറിച്ചിട്ട് അത് നിങ്ങളുടെ റീബിൽഡ് വയനാട്ടിലേക്ക് എടുത്തോ എന്ന് പറഞ്ഞപ്പോൾ ഡിവൈഎഫ്ഐ സഖാക്കൾ തന്നെ പോയിട്ട് തെങ്ങിന്റെ മുകളിലേക്ക് അത് സ്ഥിരമായി തെങ്ങിൽ കയറി പരിചയമുള്ള ഡിവൈഎഫ്ഐ സഖാക്കളൊന്നല്ല. എന്നാലും നമ്മൾ 1-2 തെങ്ങൊക്കെ ഒരാൾ കയറുന്ന അങ്ങനെ ഉണ്ടാവുമല്ലോ ചെറുപ്പക്കാർ. അങ്ങനെ കയറി ആ തേങ്ങയിട്ട് അത് വിൽപ്പന നടത്തിയിട്ടുണ്ട്. അങ്ങനെ വിപുലമായ പരിപാടികൾ ഓരോ ദിവസവും മത്സരബുദ്ധിയോടുകൂടി ഇടപെട്ടതാണ് ഡിവൈഎഫ്ഐയുടെ സഖാക്കൾ ഓരോ പ്രദേശത്തും. അങ്ങനെയാണ് ഈ ഒരു വലിയ തുകയിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ പറ്റിയത്. സത്യത്തിൽ പ്രതീക്ഷിച്ചതിന്റെ ഒരു 3 ഇരട്ടി തുക നമുക്ക് 3-4 ഇരട്ടി തുക കിട്ടിയെന്നുള്ളതാണ് നമ്മുടെ സത്യത്തിൽ വലിയൊരു അഭിമാനകരമായ നേട്ടം. ഞങ്ങൾക്ക് തന്നെ ഡിവൈഎഫ്ഐ പ്രവർത്തകരായി എന്നുള്ളതിൽ ഒരു അഭിമാനം തോന്നുന്ന നിമിഷം തന്നെയാണ് ഈ വയനാടിന് വേണ്ടി ഇങ്ങനെ ഒരു ഇടപെടൽ നടത്താൻ സാധിച്ചത്. ഈ തരത്തിൽ 20,47,00,000 രൂപയാണ് ഇവർ പിരിച്ചിരിക്കുന്നത്. അത് സർക്കാരിലേക്ക് കൊടുക്കുകയാണ് ചെയ്യുക. സർക്കാർ ചെയ്യുന്ന പദ്ധതിയിൽ സ്പോൺസർമാർ എന്ന നിലയിലാണ് ഡിവൈഎഫ്ഐയുടെ പണം വരിക.